ഒരു നിലയിലും നമ്മൾ അന്വേഷണം നിർത്തിവെക്കുന്നില്ല. ഷിജിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം നിർത്തിവെക്കുന്നില്ല എന്ന് മാത്രമല്ല, പൂർണ്ണമായ തൃപ്തിയോടുകൂടി കുടുംബത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അന്വേഷണം തുടരേണ്ട അത്രയും തുടരും എന്നതാണ് ഒന്നാമത്തെ തീരുമാനം. അതിനുവേണ്ടി കേവലം ഉദ്യോഗസ്ഥന്മാരെ മാത്രമല്ല, കടൽപ്പണി അറിയുന്ന, പ്രത്യേകിച്ചും മുതലപ്പൊഴിയിലെ കടല് മനസ്സിലാക്കിയിട്ടുള്ള, നല്ല കഴിവും ധൈര്യവും പ്രാപ്തിയുമുള്ള മത്സ്യത്തൊഴിലാളികളിൽ നിന്നും 10 പേരെ ബഹുമാനപ്പെട്ട അച്ഛനിവിടെ സെലക്ട് ചെയ്ത്, നിങ്ങൾ പറയുന്നതനുസരിച്ച് സെലക്ട് ചെയ്ത് തരുമ്പോൾ അവരെ കൂടി ഈ തെരച്ചിലിൽ നിങ്ങളുടെ പ്രതിനിധികളെന്ന നിലയിലും മറ്റേത് തെരച്ചിൽക്കാരെക്കാളും മിടുക്കന്മാരെന്ന നിലയിലും അവരെ താൽക്കാലികമായി കളക്ടറേറ്റിന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാക്കി മാറ്റും. അല്ലാതെ അവരെ കേവലമായിട്ട് അന്വേഷിക്കാൻ മാത്രം വിടുകയല്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. അതേപോലെ മറ്റു കാര്യങ്ങൾ അദ്ദേഹത്തെ കണ്ടുകിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യം തന്നെ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ അയവേറിയ സമീപനമാണ് ഗവൺമെന്റ് മുഖ്യമന്ത്രി എടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഷിജിയും അദ്ദേഹം കുടുംബാംഗങ്ങളും നമ്മൾ സംസാരിച്ചു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ നമുക്ക് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ആ പ്രതീക്ഷ നിലനിൽക്കുന്നത് കൊണ്ട് എന്നും ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. എങ്കിലും ഒരു നൂലാമലയുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഒപ്പം തന്നെ ഇവിടെ മുതലപ്പൊഴി ഒരു മരണപ്പൊഴിയായിട്ട് മാറി കുറച്ചു കാലങ്ങളായി. പക്ഷേ അത് ഇവിടുത്തെ കടൽ അറിയുന്ന ആളുകൾ, അത് ഇവിടുത്തെ എല്ലാ സമുദായങ്ങളിലും പെട്ട മത്സ്യത്തൊഴിലാളികൾ, അവർക്കാണ് കടൽ അറിയുന്നത്. അവർ കടൽ അറിയിച്ചാണോ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള കല്ലുകൾ ഇട്ടിട്ടുള്ളത്? അതിനെക്കുറിച്ച് അവരുടെ കൂടി അഭിപ്രായം അനുസരിച്ച് ഇനി നമ്മൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്നുകൂടി ഞാൻ കേരള ഗവൺമെന്റിന് വേണ്ടിയിട്ട് പറയുകയാണ്. അത് അവർക്കും ഇപ്പം അവരുടെ വിശദാംശങ്ങൾ എല്ലാം ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ലെങ്കിലും ഇവിടുത്തെ കൗൺസിലിനും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി പ്രതിനിധികൾക്കും എല്ലാം അത് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നോട് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ജിയുടെ വേദന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവര് ഒരു വലിയ വിഷമത്തിലാണ് ഉള്ളതെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ആ വേദനയിൽ ഞങ്ങളെല്ലാം ഒപ്പമുണ്ട്. പ്രത്യേകിച്ചും ഈ കാര്യത്തിൽ എന്നെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ദൗത്യവുമായി വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് പോവാനല്ല, ഈ വിഷയത്തിൽ ഒരു പൂർണ്ണമായ പരിഹാരം ഷിജിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇനി ഇങ്ങനെയുള്ള ആളുകൾ ഈ മുതലപ്പൊഴിയിൽ ഉണ്ടായതുപോലെ ഉണ്ടാവരുത്. പ്രത്യേകിച്ചും മറ്റു സ്ഥലങ്ങളിലൊക്കെ കടലിൽ വെച്ചാണ് കാണാതായത്. ഇവിടെ കരയിലേക്ക് അടുത്ത് വന്നപ്പോഴാണ് കാണാതായത്. അത് വളരെ ഗൗരവത്തോടുകൂടിയാണ് ഗവൺമെന്റ് കാണുന്നത്. അതിലെന്തെങ്കിലും ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നെല്ലാം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്.